ബിഗ് ബോസ് ഹൗസ് സദാചാര പോലീസായി മാറിയിട്ടുണ്ട്. അനുമോള്, മസ്താനി, പിന്നെ ജിഷിൻ. ഇവരാര്? സദാചാര അമ്മാവന്മാരോ അമ്മായിമാരോ? എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് ചെറുപ്പക്കാര് പുതപ്പിനടിയിൽ എന്ത് കാണിച്ചു? ഇതാണ് അവരുടെ വിഷയം. നാണമില്ലേ? എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അവരൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ എപ്പിസോഡ് മുഴുവൻ കാണുന്നതാണ്, ഞാൻ ലൈവ് കാണുന്നതാണ്. അവരൊന്നും കാണിച്ചായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസ് ഇട്ടിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നെങ്കിൽ അത് മണ്ടത്തരം എന്ന് എനിക്ക് പറയാനുള്ളൂ. ശുദ്ധ മണ്ടത്തരം. അത് അനു, മസ്താനിയും ജിഷിനും ഇന്ന് കാണിച്ച് വളരെ ശുദ്ധ മണ്ടത്തരം ഞാൻ പറയുള്ളൂ. പിന്നെ ഈ അനുമോൾക്ക് എഗെയിൻസ്റ്റ് പറയുമ്പോൾ കുറെ പേര് വന്ന് കമന്റിലും ഇതിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എനിക്കൊരു ചുക്കുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ. ഞാൻ അനുവിന്റെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് പറഞ്ഞ അനുവിനെ കുറിച്ച് പോസിറ്റീവ് പറയാനൊന്നുമില്ല. അനു കാണിച്ചിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇത്ര ബിഗ് ബോസിന് താഴ്ന്നു താഴ്ത്തിയ ഒരു സ്വഭാവം, ഒരു എന്താ പറയാ, ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. മലയാളം ബിഗ് ബോസിന് ഷെയിമാണ് ഇങ്ങനത്തെ കാര്യം തന്നെ. ഒരാളെ, ഒരു സ്ത്രീയെയും പുരുഷനെയും ഡിഫെയിം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. അത് പ്രായപൂർത്തിയായ രണ്ടാൾക്കാരല്ലേ, അവർ പുതപ്പിനടിയിൽ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് എന്താ? അവരിപ്പോ കിസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാം, നിങ്ങൾക്ക് എന്താ? അത് നിങ്ങളുടെ പ്രശ്നമേ അല്ല. അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് പറഞ്ഞാണ് ഇവര് ഇത് കാണിക്കുക. അതിന് ഡെമോ കാണിക്കുന്നു. ജിഷിൻ കാണിച്ച ഡെമോ ലൈവില് മാത്രമേ കണ്ടിട്ടുള്ളൂ, എപ്പിസോഡിൽ കണ്ടിട്ടില്ല. വളരെ മോശമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിന് പേര് മസ്താനി പുറത്തത്തെ കാര്യങ്ങൾ മൊത്തം വന്ന് വിളമ്പിയിട്ടുണ്ട്. അനുവിന്റെ എന്തോ വിചാരമുണ്ട്, അനുവിന് ഫുൾ സപ്പോർട്ടാണ്. അനുവിന് സപ്പോർട്ടുണ്ട്, ഷുവറാണ്, എനിക്കറിയാം അത് സപ്പോർട്ട് ഉണ്ടെന്ന്. അനുവിന് സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് അവരെല്ലാരും കൂടെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് എഗെയിൻസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് കാണിച്ച ആ വൃത്തികെട്ട കാര്യം അത് വളരെ മോശമാണ്. ഒരാളെ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം. ബിഗ് ബോസിന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബിഗ് ബോസ് TRP ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇങ്ങനത്തെ സംഭവമാണ് ബിഗ് ബോസ് കാണിക്കാതിരിക്കുമോ? എന്തായാലും ബിഗ് ബോസ് അതെടുത്ത് TRP ഉണ്ടാക്കിയിരിക്കും. അതും ജിസിലും ആര്യനും, അവർ നോർത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ, അവർക്കിത് പ്രശ്നം കൂടി ആയിരിക്കില്ല സത്യം പറഞ്ഞാൽ. അവർക്ക് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്താണ്. ജിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, ഞങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, രണ്ടുപേരും സിംഗിൾ ആണ്, ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തൂടാ? അതുണ്ടെങ്കിൽ തന്നെ എന്തുകൊണ്ട് ചെയ്തൂടാ? അപ്പൊ അവർ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്നിക്കും കണ്ടിട്ടില്ല. ആയിക്കൂടെ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന ആ ക്ലിപ്പ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ഓരോരുത്തർ ഉണ്ടാക്കി വിടുന്നതാണ്, അതൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യം, അത് കിസ് ചെയ്യുന്ന ക്ലിപ്പൊന്നല്ല, അത് ജസ്റ്റ് ഈ പുതപ്പിനടിയിൽ പോകുന്ന ഒരു ക്ലിപ്പ്, അതാണ് ഈ സംഭവം. അനുമോള് കിസ് ചെയ്യുന്നത് കണ്ടു ഉറപ്പായിട്ട് അമ്മ സത്യമായിട്ടൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടിക്ക് എന്താണെന്ന് ശരിക്കും ഇത്രയും താഴത്തോട്ട് പോകാൻ പാടുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ഒരു ഇത് ചെയ്തിട്ട് ജയിച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കുണ്ടല്ലോ ഒരു മര്യാദ വേണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് അനുമോളിലെ കൂടെ നിൽക്കാൻ പറ്റില്ല. ആര്യനെ കുറിച്ചും ജിസിലിനെ കുറിച്ചും ഞാൻ പലപ്പോഴും പല നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ കാര്യത്തിൽ അവർ ക്ലിയർ കട്ടാണ്. എനിക്കത് പറയാനിരിക്കാൻ പറ്റില്ല. ആര്യൻ മോശം വാക്ക് പറഞ്ഞിട്ടുണ്ട്, അത് സമ്മതിച്ചു അനുമോളോട്. പക്ഷെ അതിന്റെ കാരണം, അതിന് പകരം ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് നോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ ഡിഫോമേഷൻ എല്ലാവരുടെ മുമ്പിൽ വെച്ചൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അനുമോളിന് എഗെയിൻസ്റ്റ് ആണ് അനുമോൾ ഇത് ചെയ്തെങ്കിൽ അനുമോൾ എന്ത് ചെയ്താനെ? എന്റെ ദൈവമേ, 2 ആഴ്ച ഇത് തന്നെ കരഞ്ഞോണ്ടിരുന്നാനല്ലോ. സഹിക്കാൻ പറ്റുമോ? എന്തിനൊരു കള്ളീന്ന് വിളിച്ച്, ചപ്പാത്തി കള്ളീന്ന് വിളിച്ചിട്ട് ഇപ്പോഴും സഹിക്കാൻ പറ്റിയിട്ടില്ല. ചെയ്യാത്ത കാര്യത്തിനാണ് അത് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നില്ലേ? അപ്പൊ ഈ ജിസിലിന് എന്തായിരിക്കും തോന്നുന്നുണ്ടാവാ? ആര്യന് എന്തായിരിക്കും തോന്നുന്നുണ്ടാവാ? അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നെഗറ്റീവ് ഒക്കെ പറഞ്ഞാലും നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, അവരിങ്ങനെ നിൽക്കുന്നു. ജിസിൽ എങ്ങാനും ഇവർക്ക് അഗേൻസ്റ്റ് കംപ്ലൈന്റ് പറഞ്ഞു. എനിക്ക് സീസൺ 3 ആണ് ഓർമ്മ വന്നത്. ഏതാ പറയുക, DFK പുറത്തായ ഓർമ്മയുണ്ടോ? ഇതുപോലത്തെ ഒരു കേസാണ്. അത് പുറത്തത്തെ കാര്യമായതുകൊണ്ട് പിന്നെ അത് കൂടുതൽ ഗൗരവം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീ അഗേൻസ്റ്റ് മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ജിസിൽ കംപ്ലൈന്റ് പറയുവാണെങ്കിൽ ഇവര് ഭയങ്കര പ്രോബ്ലത്തിലാവട്ടോ, ഉറപ്പാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ആരും. എസ്പെഷ്യലി എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആദ്യം എല്ലാരും വന്നിരുന്നു ഡെമോ കാണാനിരുന്നു. ഞാൻ അപ്പൊ ആലോചിച്ചു, ഇവരൊക്കെ എന്താണ്, ഇവർക്ക് എന്താ ബോധമില്ലേ? ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോ അതങ്ങ് ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അത് അവര് ചെറുപ്പക്കാർ, അവരെന്തോ ആവട്ടെ, നിങ്ങളുടെ വിഷയമല്ല അത് എന്തായി എന്നുള്ളത്. പക്ഷെ അവര് വന്നിരുന്നു, അവരെല്ലാരും ഇരുന്നിട്ട് ഡെമോ ഒക്കെ തുടങ്ങിയപ്പോ ഞാൻ ആലോചിച്ചു, എന്റെ ദൈവം, ഇത് എന്തായി കാണിക്കുന്നത്? ഇവർക്ക് എന്തായാലും ബോധമില്ലേ? ഏത് കൊല്ലത്തിലാണ് അവർ ജീവിക്കുന്നത്? 2025 ആയെന്നുള്ളത് അവരറിയുന്നില്ലേ? ഈ ലോകം മാറി. നമ്മൾ എന്താ മലയാളം ബിഗ് ബോസിൽ വരാത്ത ആൾക്കാരൊന്നുമില്ല. എന്താണ്, ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് നമ്മുടെ ഈ ബിഗ് ബോസിൽ. കഴിഞ്ഞ പ്രാവശ്യം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ഗേ, എല്ലാരും ഉണ്ട്. എന്നിട്ട് ഇവരെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മളെ കണ്ടിട്ട് ഈ ചെറിയ ചീള് കേസിന് എനിക്കിതേ പറയാനുള്ളൂ, ഇതിന് നമ്മൾ ഇത്ര ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വളരെ മോശം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് എന്തുവാണ് നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നത്? നാണക്കേടാണ് പറയാനായിട്ട് ബിഗ് ബോസിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നത്. ശരിക്കും ഇത്
ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അനുമോള് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് പബ്ലിക്കലി തന്നെ പുള്ളിക്കാരോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കറക്റ്റ് അല്ല. അത് ബിഗ് ബോസ് സോൾവ് ചെയ്യുമോന്ന് അറിയില്ല. ജിസലിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ബിഗ് ബോസ് ഇൻവോൾവ് ആവുള്ളൂ. പുള്ളിക്കാരി കൂളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് വഷളാവാതിരിക്കാൻ അനുമോള് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ അനുമോളുടെ വിചാരമുണ്ട്, അനുമോൾ ഭയങ്കര സപ്പോർട്ടാണ്. അതാണ് ഈ സംഭവം. പുള്ളിക്കാരി ഫുൾ ടൈം ഇപ്പം മസ്താനിന്റെ കൂടെയും അവരുടെ കൂടെ. അപ്പൊ ശൈത്യൊക്കെ അനുമോളുടെ അഗെയിൻസ്റ്റ് ആണ് കേട്ടോ. അപ്പം കാരണം ശൈത്യക്ക് പിടിക്കില്ല. കാരണം അവരൊക്കെ ഇവരുടെ എന്തോ സംസാരിച്ചിട്ടുണ്ട് ബ്ലാങ്കറ്റിനടിയിൽ എന്ന് പറഞ്ഞപ്പോ റെന, ഫാത്തിമ അവർക്കൊക്കെ ഫീൽ ചെയ്യും. കാരണം അവരെയും കൂടി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കുവാണ്. അത് തെറ്റാണ്, വളരെ തെറ്റാണ്. ഇനി ഷാനവാസ്, എനിക്ക് രാവിലെ പറയാനുള്ളത്, ഷാനവാസ് രാവിലെ തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ഷാനവാസിന്റെ പ്രോബ്ലം. ഷാനവാസ് രാവിലെ തന്നെ ആള് ഇന്ന് ഭയങ്കര ഡെസ്പാണ്. രാവിലെ കിച്ചൺ ഇഷ്യൂ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കുളിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അതിന്റെ ആയ ഡെസ്പിറേഷനാണ് പുള്ളിക്കാരന് വളരെയധികം ഒരു ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ ഇതിലും. അപ്പൊ പുള്ളിക്കാരന്റെ അഭിപ്രായമൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ശരിക്കും വിചാരിച്ചു അനുമോളോട് എന്തെങ്കിലും പറയും ഷാനവാസ് എന്ന്. പക്ഷെ ഷാനവാസിന് ഇന്നലത്തെ ആ എപ്പിസോഡിൽ ഞാൻ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഷാനവാസ് ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഈ ഡ്രസ്സിന്റെ കാര്യവും ജിസിന്റെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ ഷാനവാസ് ഭയങ്കരമായിട്ട് വറിയാവാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതുകൊണ്ട് ഷാനവാസ് ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് പറയാൻ എനിക്കറിയാം. അനീഷ് ഒന്നും പറഞ്ഞില്ല. എന്തുകൊണ്ട് എനിക്കറിഞ്ഞൂടാ. ഇവർക്കൊക്കെ പറയാൻ കിട്ടിയ അവസരമായിരുന്നു ഇത് പ്രിവെന്റ് ചെയ്യായിരുന്നു. ആയിക്കൂടെ നന്നായിട്ട് ചെയ്തത് അക്ബറാണ്. സത്യം പറയാലോ, അക്ബർ അവിടുന്ന് എനിക്ക് പോയി ഡെമോ ചെയ്യാൻ പോയപ്പം അക്ബർ അവിടുന്ന് എനിക്ക് പോയി. നന്നായി. അതൊക്കെ വളരെ ലോ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യുമോ നിങ്ങളിങ്ങനെ? എനിക്കറിയാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ചെയ്യുന്നതെന്നുള്ളത് അനു ഓർത്തില്ല. എന്തായാലും ഇത് നല്ലതിനല്ല, നന്നായിട്ട് ബാക്ക് ഫയർ ചെയ്യും. മസ്താനിക്ക് നല്ല ബാക്ക് ഫയറിങ് കിട്ടും. കുറെ കാര്യങ്ങൾ മസ്താനി ഇങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്. രേണു സ്ഥിരർക്ക് ഇനി ഇതിന്റെ ഈ ബ്ലാങ്കറ്റ് കേസ് ആയാലും റെന ഫാത്തിമയോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. മസ്താനി ഓവർ കോൺഫിഡന്റ് ആണ് കേട്ടോ, ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആണ്. അതുപോലെ തന്നെ ലക്ഷ്മി, ഈ കാര്യത്തിലൊക്കെ ലക്ഷ്മിയും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് അനുമോൾക്ക് ഇത്ര ധൈര്യം, മനസ്സിലായോ, പറയാൻ കാരണം. അല്ലെ ഇത്ര ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പൊ എല്ലാരും വന്നപ്പം അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഹീറോയിൻ ആണെന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ് പുള്ളിക്കാരി ഇതെടുത്ത് ഇപ്പൊ പറയുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരി വായ മിണ്ടത്തില്ലല്ലോ, പേടിച്ചിട്ട് മിണ്ടില്ല. അപ്പൊ ഇപ്പൊ പുള്ളിക്കാരിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇത് നല്ലതിനല്ല എന്തായാലും. അപ്പൊ ആതില, നൂറ, ശൈത്യ ഇവരൊക്കെ പതുക്കെ പുള്ളിക്കാരിയുടെ അടുത്ത് നിന്ന് മാറാൻ സാധ്യതയുണ്ട്. പുള്ളിക്കാരി നമ്മുടെ അനുമോളിന് ഇപ്പൊ മസ്താനിയുടെ കൂടെ മാത്രം ആവാനാണ് എനിക്ക് സാധ്യത തോന്നുന്നത് കൂടുതലും. കാരണം ഇവർക്കൊക്കെ അത് നെഗറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരാളെ കുറിച്ച് പറയാ അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. അത് ജിസലിന് നല്ലോണം എഫക്റ്റ് ആയിട്ടുണ്ടാവും. അവരെന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്ക് എന്താ, അത് വേറെ കാര്യം. ഇനി ഓണം ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല രസമായിരുന്നു. ഓണം ഗസ്റ്റും കുറച്ച് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. ഫുഡ് ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി കുടിക്കുക. അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് പണിപ്പുര ടാസ്ക് വന്നത്. പണിപ്പുര ടാസ്കിലാണ് എനിക്ക് പറയാനുള്ളത്, അക്ബറിനൊരു പണി കിട്ടിയിട്ടുണ്ട്. വേറൊന്നല്ല, നമ്മുടെ പുതിയതായിട്ട് വന്ന ആൾക്കാർ പണിപ്പുര ടാസ്ക് ചെയ്തപ്പം അവർക്ക് ബോംബ് എന്നോ, ബിഗ് ബോംബ്, സ്മോൾ ബോംബ്, മീഡിയം ബോംബ് എന്നോ അങ്ങനത്തെ ഓരോ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ കിട്ടുന്നതനുസരിച്ച് അവർക്ക് പണി കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ബിഗ് ബോംബാണ് അവർക്ക് കിട്ടിയത്. അത് വേറൊന്നല്ല, ഇനി ക്യാപ്റ്റൻസിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റൻസിനെ അവർക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അതിൽ അക്ബർ സേഫ് ഗെയിമറാണല്ലോ. അക്ബർ നെഗറ്റീവ് ആണല്ലോ. അക്ബറിനെയാണ് അവർ ചൂസ് ചെയ്തത്. അക്ബർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അക്ബറിനെ ആണ് അവർ സെലക്ട് ചെയ്തത്. അപ്പൊ അക്ബർ ഗ്രൂപ്പ് ആണ് ടാർഗറ്റ് കേട്ടോ. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ എൻട്രീസിന്റെ മുഴുവൻ ടാർഗറ്റ് അക്ബർ ഗ്രൂപ്പ്. അത് തെറ്റാണ് കേട്ടോ, മണ്ടത്തരെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ കണ്ടുപിടിക്കണം ആരെയെന്നറിയോ? നമ്മുടെ റിയാസിന്, നമ്മുടെ ഡോക്ടർ റോബിൻ ഹൈറ്റിൽ നിന്ന സമയത്ത് പുള്ളിക്കാരൻ വന്ന് കളിച്ച ആർക്ക് അഗേൻസ്റ്റാ? ഡോക്ടറിന് അഗേൻസ്റ്റ്, റോബിൻ അഗേൻസ്റ്റ്. അതാണ് റിയാസിന് അവിടെ 3rd പൊസിഷൻ റിയാസ് എത്തി. അതെന്തുകൊണ്ട്? സത്യം പറഞ്ഞാൽ റിയാസ് കളിച്ച പോലത്തെ ഒരു നല്ലൊരു കളി ആർക്കും കളിക്കാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം സിബിനിന്ന് അത് പ്രതീക്ഷിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല, സിബിൻ പോയി. പക്ഷെ ഈ തവണ എനിക്ക് ആരും പ്രതീക്ഷയില്ല കേട്ടോ. എല്ലാരും റോങ് ഫുട്ടിലാണ്. അവര് കറക്റ്റ് ആളെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അനുമോളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണോ എല്ലാവരും ഇത് വരുമ്പം എല്ലാവർക്കും വോട്ട് കിട്ടുമോ? ഇല്ല, അങ്ങനെയല്ല. നിങ്ങൾ ടാർഗറ്റ് കറക്റ്റ് അല്ല. എല്ലാവരും കൂടി അക്ബറിന് അഗേൻസ്റ്റ് പോയിട്ട് എന്താ കാര്യം? അക്ബർ സ്ട്രോങ് ആവും. ഇനി നോക്കിക്കോ, നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആവാൻ ഇത്ര സമയമൊന്നും വേണ്ട. മിക്കവാറും അത് കുറച്ച് നാളും കൂടി അനുമോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഓരോ പരിപാടി കാണിക്കുമ്പോൾ
അതങ്ങ് പോസിറ്റീവായി മാറും. ആര് നമ്മുടെ ആര്യനും ജിസലും ഒക്കെ ഭയങ്കര പോസിറ്റീവ് അല്ലെങ്കിലും ഒരു വിധമെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. കാരണം ന്യായമുള്ള സ്ഥലത്തേക്ക് ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ചരിവുണ്ടാവും. അത് നിങ്ങൾ എത്ര PR വർക്ക് കൊടുത്താലും അത് അങ്ങനെ നടക്കും. ഇപ്പൊ പിന്നെ വോട്ടിംഗ് ഒക്കെ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കുറച്ചെങ്കിലും ന്യായമായിട്ട് വോട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെ അനുമോള് പോവാണെങ്കിൽ നല്ല ഇതായിരിക്കും. നന്നായിട്ട് വിൻ ചെയ്താലും വലിയ കാര്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അൺഎത്തിക്കൽ ഗെയിം കളിച്ചിട്ട് വിൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എത്തിക്സ് വിട്ടിട്ട് കളിക്കരുത്. നമുക്കൊരു എത്തിക്സ് ഉണ്ടല്ലോ, നമുക്ക് ന്യായം. ഇപ്പൊ എനിക്കിഷ്ടമല്ല ഒരാൾ എന്നെ കുറിച്ച് അപവാദം പറയുന്നത്. അപ്പൊ നമ്മളെന്തിനാ അപവാദം പറയണം? പിന്നെ എസ്പെഷ്യലി ഇങ്ങനത്തെ കേസൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഒരു സ്ത്രീ ഉണ്ടായാലും ഇൻവോൾവ്ഡ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നുണ്ടായത്. അപ്പൊ ഇന്ന് വേറെ ബാക്കിയെല്ലാം ഈ സംഭവത്തിൽ മുങ്ങിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതങ്ങ് മുഴച്ചു നിൽക്കുവാണ്. നമുക്കത് കാണുമ്പം ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ആവും. കാരണം അന്യായം കാണുമ്പം ഫീൽ ആവും. നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. പബ്ലിക്കലി ഹ്യൂമിലേറ്റ് ചെയ്യുക, ഡിഫേമേഷൻ ചെയ്യുക, ഒരാളെ ഡിഫേമേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരാളോട് ചെയ്യുന്നത് ശരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് അഗേൻസ്റ്റ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പണിഷ്മെന്റ് ആണ് ഇപ്പം. അപ്പം അനുമോള് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് പറയുമ്പം കമന്റ് അടിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്ന ആൾക്കാരോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറയാവുന്നത് പറയും. ഇന്ന് അനുമോൾ നെഗറ്റീവാണ്, നോ ഡൗട്ട്. ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. എന്തിരുന്ന് പറഞ്ഞാലും പുള്ളിക്കാരി ഇനി അങ്ങോട്ട് എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ബാക്ക് ഫയർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ ജിസില് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നോണ്ട് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, വേറെ ഏത് സ്ത്രീ ആണെങ്കിലും വേറെ ആർക്കും സഹിച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ കുട്ടി സഹിച്ചു വെക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ഷീ ഈസ് ഡൂയിങ് ഇറ്റ്. ബ്രേവ്, എനിക്ക് ബ്രേവിനെ പറയാൻ പറ്റുള്ളൂ ആ കാര്യത്തില്. പിന്നെ ആര്യൻ ഇന്ന് കരഞ്ഞുപോയി. ആര്യൻ ഇന്ന് കരഞ്ഞിട്ടുണ്ട് അതുമായിട്ട് എത്ര നേരം ആ കുട്ടി കുറെ നേരം സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ കുറെ ഫൈറ്റ് ചെയ്തു. എന്തൊക്കെയാണെങ്കിലും പറഞ്ഞാലും മനുഷ്യരല്ലേ, നമ്മൾ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ട്. പിന്നെ ഷാനവാസിന്റെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഷാനവാസ് ഞാൻ പറഞ്ഞല്ലോ ഡൗൺ ആയിരുന്നു. വേറെ ക്യാപ്റ്റൻസി മാറി, എല്ലാരും വേറെ വേറെ കിച്ചൺ ടീംസും അതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ സെയിം സാധനം. ഇനി ഇത് കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് നോക്കാം ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ അനുമോളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, കാര്യങ്ങൾ എങ്ങനെയായിരിക്കും. ശൈത്യ ഭയങ്കര ഡെസ്പായിട്ട് ഇരിപ്പുണ്ട്. കാരണം അനുമോളായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നില്ല അവർ തമ്മിൽ പാച്ചപ്പ് ആവുന്നു. അപ്പൊ സ്പ്ലിറ്റ് ആവും, എല്ലാ ടീം മാറും കേട്ടോ. ടീം മൊത്തം ഷഫിൾ ആവും കേട്ടോ. ഇനി ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരും അവിടെ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇട്ട് മാറും. ഇനി ഒരാഴ്ച കഴിയുമ്പോഴാണ് പിന്നെ ഗെയിം മാറുന്നത്. പോസിറ്റീവ് ആക്കാൻ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ആവും ഇനി അങ്ങോട്ട് പോവേ. അപ്പൊ ഇങ്ങനെ നോക്കാം. അപ്പൊ അടുത്ത എപ്പിസോഡിന്റെ റിവ്യൂ കാണുന്നവരെ ബൈ.